ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇപ്പോൾ ഉറക്കത്തിന് എണീറ്റിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഉറക്കത്തിന് എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ ചേച്ചിമാർ വന്നിട്ട് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയണത് തന്നെ സമയമായിരുന്നു. സത്യത്തിൽ ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി. ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. എനിക്കൊരു മാരേജ് ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി വന്നിക്കാണ്. പാവം ചേച്ചിമാർ 3:30 വന്നിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കാനായിട്ട് വിട്ടുപോയി. അവർ വിളിച്ചപ്പോൾ അവർ ഏതാ മോളെ, ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏതാ നമ്മുടെ ശരിക്കത്തെ ഹോട്ടൽ വരണേ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കിളി പോയൊരവസ്ഥയായിരുന്നു. ദൈവമേ. അപ്പോൾ ഇതാ ഞാൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ വരും കേട്ടോ. നമ്മൾ സിജു ചേട്ടനെ എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ചെയ്ത ചേച്ചിമാരനെ കേട്ടോ. മേക്കപ്പ് ബൈ ആയിരുന്നു പറഞ്ഞിട്ട് അവരെന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ചേച്ചിനെ ഒന്ന് വിളിച്ചു. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അവർ ചെയ്തിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മുമ്പ് കാണാത്തവർക്കായിട്ട് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കായിട്ട് ഞാൻ വീണ്ടും സമർപ്പിക്കുന്നു ഈ ചേച്ചിനെ. ഓക്കെ, അവർ വരട്ടെ. അങ്ങനെ നമ്മുടെ ചേച്ചി നേരം വൈകിട്ട് അല്ല, നേരം വൈകിട്ട് ഞാൻ ഫുൾ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട. ഞാൻ തന്നെ ഫുൾ കച്ച കെട്ടിയിട്ട് ഞാൻ വ്ളോഗിലെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വരൂ എന്നെ നേരം വൈകിന്ന് കൊല്ലാണ്ടിരുന്നാൻ ഭാഗ്യം ഗൈസ്. അങ്ങനെ ബാഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണോ പുതിയ ചേച്ചി? അതെ. എന്താ പേര്? വ്ളോഗിൽ കണ്ടോണ്ട് കുഴപ്പമില്ലല്ലോ. ഓ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. സത്യത്തില് സോറി കേട്ടോ. കുഴപ്പമില്ലാന്ന്. അപ്പൊ നമ്മള് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാ കേട്ടോ. ഓക്കെ, ഞാൻ ബ്ലൗസിന്റെ ഒന്നും കൊടുക്കുന്നിട്ടില്ല. കുറച്ച് സാധനങ്ങൾ എടുക്കാൻ ആണോ? ഓക്കെ ചേച്ചി, ഓക്കെ. എനിക്ക് സാരിയുടെ ഒന്ന് ചെയ്തു. ഓക്കെ ഗൈസ്, ഞാൻ മേക്കപ്പ് തുടങ്ങിട്ടോ. ഞാനിവിടെ വസ്ത്രക്ഷേപണത്തിലാണ് നിൽക്കുന്നത്. ഇതിൽ ഞാനാണ് ഗൈസ് ഭേദം. ഇവര് പറയട്ടെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ മലപ്പുറത്ത് നിന്ന് ടീം നിക്കടാ. എന്നോട് പറയാ ഇന്നാണോ പരിപാടി, അതോ നാളെ ഇന്ന് വൈകുന്നേരമാണോ? രാവിലെ ഇവിടെ വന്നിട്ടേ. അപ്പൊ ഈ ചേച്ചി അതെ, അപ്പൊ ചേച്ചി പറഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞ. അപ്പൊ നാലോചിക്ക് എത്ര തരണം ഇവിടെ നിന്ന്? 1.5 മണി. ഇടയ്ക്കിടയ്ക്ക് പറയണ എന്നെ കളിയാക്കാണ് ഗൈസ്. സത്യത്തിൽ എന്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചോണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയണു ഞാൻ നേരത്തെ ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ എണീറ്റേനെ. പക്ഷെ ഇവരോ 3:34 ഒച്ച വെച്ചു മാത്രം. കുറച്ച് നേരത്തെ കേട്ടില്ലേ ഈ ചേച്ചി വിചാരിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഭയങ്കരമായിട്ട് നേരത്തെ എനിക്ക് നല്ല കുട്ടിയുടെ പോലെ ഇരുന്നു. ഞാൻ ഇന്ന് ഇവരറിയണോണ്ട് ഞാൻ നല്ല കുട്ടിയുടെ പോലെ ഇരുന്നില്ല, അത് വേറെ കാര്യം. എന്തായാലും മേക്കപ്പ് തുടങ്ങട്ടെ. ബാക്കിൽ കൂടെ പോകും. ഈ ചേച്ചി സാരി ഡ്രസ്സിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നോക്കട്ടെ. നന്നായി സാരി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഈ ചേച്ചി വിളിച്ചാൽ മതി. എന്തായാലും അപ്പൊ ഈ ചേച്ചി വരും ഉറപ്പായിട്ടും അല്ലേ? വരില്ലേ? പേജ് പറഞ്ഞല്ലേ? അപ്പൊ ഓക്കെ. ചേച്ചിയുടെ മാരക ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ചേച്ചിയോട് പറയാം ചേച്ചി, അല്ലെങ്കിൽ ചേച്ചി സിമ്പിളായിട്ടാണ് ചെയ്യാറ്, സിമ്പിളായിട്ട് മതിയില്ലെന്ന് ഞാൻ ചോദിക്കുകയാണ്. ചേട്ടാ വന്നില്ലേ? എന്നും അതേ പാവത്തിന് അവിടെ കിടച്ചു കൊടുക്കുന്നു. നമുക്ക് തുടങ്ങാം. അവിടെ ഒരാൾ തുടങ്ങിട്ടോ സാരി പിടിച്ചിട്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോ ഒരു കരച്ചില് കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചിനെ നേരം വൈകിന് അടിച്ചു. അതെ ഇല്ലാട്ടോ, പാവം നേരത്തെ ഇരിക്കണം. അയ്യോ ഗൈസ്, ഞാൻ കണ്ടില്ല ലെൻസ് വെച്ചു ഗൈസ്. ഈ ചേച്ചി വരുമ്പോ എന്നെ ലെൻസ് വെച്ച് കരയിപ്പിക്കുന്നു. ഞാൻ പറയാറുണ്ട് വേണ്ടെന്ന്. പക്ഷെ ചേച്ചി എന്നെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചേച്ചി നന്നായി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറ് കേട്ടോ മേക്കപ്പ്. അതാണ് പ്രത്യേകത. ഞാൻ ഇഷ്ടം കൊണ്ട് കരഞ്ഞതാ. ഓക്കെ, ചെയ്യട്ടെ ബാക്കി. ഓ ഈസാണ് നമ്മളിതാ സാരി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശബ്ദം പോയാ ചേച്ചി കണ്ണെഴുതി പകുതിയപ്പോഴാണ് നമ്മൾ സാരി എടുക്കുന്നത്. സാരി എടുക്കാൻ മുട്ടിട്ടോ ചെയ്യാതെ. അതെ, ക്യാമറ കൊണ്ട് ഞാൻ വെക്കിന്ന് ഗൈസ്. അങ്ങനെ ഞാൻ മുട്ട് കുത്തിച്ചു ചേച്ചിനെ. കണ്ട എന്റെ മുമ്പിൽ ആരാണ് മുട്ട് കുത്താത്തത്? എന്നിട്ട് ഇപ്പൊ തരാന്ന്. അടുത്ത ബിഗ് ബോസിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന്. ഇങ്ങോട്ട് നോക്കൂ, ഞാനെന്റെ അതെ എടുത്തിട്ട് വാന്നൊക്കെ അതിന്റെ ഉള്ളിക്ക് ഞാൻ ചെയ്യാന്ന്. നല്ലത് അടിപൊളിയല്ലേ? ഞാൻ പോയിട്ട് വന്ന് കണ്ടില്ലേ? അതെ, ഫുള്ള് ഞാൻ വരെ വ്ളോഗ് എടുത്തിടും. ഈ പെണ്ണപ്പിളാണ് പോയതൊക്കെ. ഞാൻ നല്ല ഭംഗിയിൽ സാരി ഉടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ എത്ര കഴിവുണ്ടെന്ന് വിചാരിച്ചില്ലേ കണ്ടപ്പോ. അങ്ങനെ പറയാനുണ്ടോ? നമുക്ക് നോക്കാം ഫുള്ളായിട്ട്. ഇവിടെ വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കിയും കൂടി നമുക്ക് നോക്കട്ടെ. മേക്കപ്പ് പകുതി എത്തിയപ്പോ തന്നെ ഞാനൊരു സുന്ദരിയായി, കൊച്ചു സുന്ദരിയായി അല്ലേ? മേക്കപ്പ് ചെയ്യുന്ന ആളിരിക്കണേ. ഇപ്പൊ നോക്കിയേ സാരി കൊടുക്കണ അവിടെ തന്നെ കണ്ടില്ലേ? എന്താ പറയണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. എന്റെ സ്പീഡ് കാരണം തെറി പറഞ്ഞാലും കുഴപ്പമില്ല, ഇവർക്ക് മനസ്സിലാവില്ല.
ഇവര് ആയുധങ്ങളൊക്കെ കൊണ്ടുവരും ഗൈസ്. എന്താ അല്ലേ, റിംഗ് ലൈറ്റ്. മേക്കപ്പ് ചെയ്യുന്നത് ഈ ചേച്ചി തന്നെ, വീഡിയോ എടുക്കുന്നത് ഈ ചേച്ചി തന്നെ, എല്ലാം എഡിറ്റ് ചെയ്യുന്നതും ആരാണ്? അതെ അതെ, ആ വല്ലഭ്യാണെന്ന്. അതെ, ഒന്നും കൂടി പറയൂ. അതെ, ഇതന്നെ ഞാൻ തമ്മിലിട ബസ് തുടങ്ങുമ്പോ തന്നെ നല്ല കഴിവേറിയാ. അയ്യോ, ചങ്ങനെ സാരി എടുത്തിട്ട് നമ്മുടെ സാരി ചേച്ചി പോവാണ് പെട്ടെന്ന്. അതെ, എന്താ ഒരു പേജ് വെക്കാൻ വിട്ടുപോയി. അതാണ് ഇൻസ്റ്റ നെയിം. അപ്പോൾ നന്നായി സാരി പിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ കൊളാബായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ ചേച്ചിനെ സാരി ഇഷ്ടപ്പെട്ടാൽ, സാരി ഉടുപ്പിക്കുന്ന ഇഷ്ടപ്പെട്ട, സാരി കടയെന്നല്ല ചേച്ചിയുടെ കടയെന്നല്ലേ എന്നൊക്കെ, സാരി ഉടുപ്പിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ വിളിക്കേണ്ടതാണ്. മേക്കപ്പ് ഇഷ്ടപ്പെട്ടാൽ ആരെ വിളിക്കേണ്ടതാണ്? എന്നാണല്ലോ, ഞാൻ എന്തോ വേറെ പേര് ഇത് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മേക്കപ്പ് ബൈ എന്നങ്ങോട്ട് ഞാൻ പറയണേ, അയൺ ബോക്സ്. അതെ, ഇവിടെ ഇരുന്നേന്നൊക്കെ. അതെ, ചേച്ചിയുടെ മുമ്പ് തന്നെ ഇല്ല, ചേച്ചി പാവം. ഞാൻ ലൈസൊക്കെ കൊടുത്ത് ചേച്ചിനെ സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട്. അതെ, നമുക്ക് നോക്കാം. അപ്പൊ ബൈ ബൈ. സാരി എടുത്ത് സുന്ദരിയാക്കിയിട്ട് നന്ദിയുണ്ട്. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ ഇത്. അതെ, നമുക്ക് മേക്കപ്പ് തുടങ്ങണ്ടേ കേട്ടോ. അപ്പൊ ഗൈസ്, മേക്കപ്പ് ഒക്കെ എന്നെ കഴിഞ്ഞിട്ട് ചേച്ചി മുടി മിനറിന്റെ മുടി പണിതുകൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷനാണ് ചേച്ചിക്ക് എൻ്റെ മുടി. ആദ്യം സൈഡ് ഇടാന്ന് വെച്ചു, പിന്നെ നടുക്കായി, അങ്ങനെ മാറി ലാസ്റ്റ് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. എൻ്റെ മുടിക്കാണ്ട ഫുൾ കൺഫ്യൂഷൻ എല്ലാവർക്കും. എന്തത്, ഞാൻ കൊച്ചു സുന്ദരി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ ഡയലോഗ് പറയുന്നത് അതേന്ന്. ഈ കമന്റ് ഈ വീഡിയോ കണ്ടിട്ട് എന്നെ പൊങ്കാലിട്ടരുത് ഗൈസ്. അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, സെറ്റല്ലേ? ഗ്ലോ ഒക്കെ കണ്ടോ, തിളങ്ങുന്ന കണ്ടോ, നെയിൽ പോളിഷ് കണ്ടോ, എൻ്റെ സെയിം കളറ്. ഭംഗിയില്ലേ ചേച്ചി? ഭംഗിയുണ്ട്. ഓ, പിന്നല്ലേ ഭംഗിയില്ലാന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഈ ഹോട്ടലിൽ നടക്കില്ലാന്ന്. ഞാൻ ഫുള്ളായിട്ട് കാണിക്കാട്ടോ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട്. അല്ല നല്ലത്. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ മേക്കപ്പും സാരി എടുത്തിട്ട് അവിടെ നിന്ന് ഒരാൾ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മേക്കപ്പ് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഭയങ്കര ഗ്ലോ മേക്കപ്പാണേ. ഈ മേക്കപ്പിന്റെ പേരെന്താ ചേച്ചി? അതെ, അയ്യോ അതെ, ചീർപ്പൊക്കെ തലയിലെന്ന്. അപ്പോൾ മേക്കപ്പ് ഒക്കെ അടിപൊളിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ചേച്ചിനെ ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ, അവർ കോൺടാക്ട് ചെയ്തോളൂ. എന്തായാലും കോൺടാക്ട് ചെയ്യാണ്ടിരിക്കില്ല, അത്രയും നല്ല മേക്കപ്പ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻസ്റ്റ ഐഡി എന്തായിരുന്നു? അതെ, ഞാൻ പറഞ്ഞ നേരത്തെ പേരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ എന്തായാലും കൊളാബ് ചെയ്തിടാം. ബാ ചേച്ചി, ഞാൻ ഇൻസ്റ്റയിൽ എന്തായാലും കൊളാബ് ചെയ്തിടാം. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ചേച്ചി കുറെ സെലിബ്രിറ്റീസിന് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ അപ്പോൾ അതാ കുട്ടീനെയും കൊണ്ട് അത്രയും ഡെഡിക്കേഷൻ ആയിട്ട് 3:30 ഇവിടെ എത്തിയതാട്ടോ ചേച്ചി. ഉണ്ണീനെയും കൊണ്ടാട് വന്നേണ. ആ കുട്ടീനെ എവിടെ കൊണ്ട് വെച്ചെന്നറിയോ, ഉറങ്ങണമെന്നറിയോ? ആ മീൻസ് കാറിന്റെ ഉള്ളിൽ തന്നെ ബെഡ് സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാണ്. അതിൻ്റെ ഉള്ള ഒരു വീട് സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാണ്. പാവം ചേട്ടനായാലോ അതെ, ആത്മാർത്ഥമുള്ള ഭർത്താവാണ് കേട്ടോ. ഭാര്യയ്ക്ക് വേണ്ടി ജീവൻ കളയുന്ന ഭർത്താവ്. ഞാൻ തള്ളി കുറെ മടക്കിണ്ടെന്ന്. അപ്പൊ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് വന്ന ചേച്ചി നമ്മളെ സുന്ദരിയാക്കി വിട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സാരി ആയാലും അത് എടുത്തതും മേക്കപ്പ് ആയാലും അതെ. ഞാൻ കൊച്ചു സുന്ദരി തന്നെ. 3ാമത്തെ വട്ടം ഞാനിത് പറയണേ. ഇന്ന് എനിക്ക് ഉറപ്പായിട്ടും പൊങ്കാല ഉറപ്പാണ് വരുന്നത്. അപ്പൊ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. നമ്മൾ ഇനി കല്യാണ സ്ഥലത്തേക്ക് പോട്ടെ കേട്ടോ. ഓക്കെ, ബൈ ബൈ ഗൈസ്. നമ്മളങ്ങനെ കാറിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇനി നമുക്ക് 2-3 ആൾക്കാരെ പിക്ക് ചെയ്യാണ്ട്. നമ്മുടെ കാർ ഓടിക്കുന്നത് നമ്മുടെ ആരാ കാണിക്കണ അത് പാവ. അതിന് വന്നിട്ടേ നമ്മുടെ സനൽ ചേട്ടനാണ്. ഇന്ന് ബർത്ത്ഡേക്ക് പോയില്ലേ. ഞാനിപ്പോൾ കോഴിക്കോടാണ് കേട്ടോ സത്യത്തിലുള്ളത്. ഞാനും പറയാൻ വിട്ട് പോയി കോഴിക്കോടാന്നുള്ളത്. കോഴിക്കോട് നമുക്ക് നിലമ്പൂരാണ് കല്യാണം ഉള്ളത്. നമ്മൾ കോഴിക്കോട് നിന്ന് നിലമ്പൂർക്ക് പോകണം. കഥ ചെക്കൻ്റെ വീട് കോഴിക്കോടാണ്. നാളെ റിസപ്ഷൻ. ഫുൾ പരിപാടി. അതെ. ഓ, നല്ല ക്ലൈമറ്റില്ല ഇവിടെ. ഇരുട്ട് പിടിച്ച ക്ലൈമറ്റ്. നിങ്ങളുടെ അവിടെ വേറെന്തല്ലേ പറയാ? കോഴിക്കോട് ഇരുട്ടെന്നല്ലേ പറയാ? ഇരുണ്ടെന്ന് എന്താ പറയും? എന്താ ഇവിടുത്തെ ഭാഷയൊക്കെ എന്നെ പഞ്ഞിക്കുന്ന ആൾക്കാര്. ഭാഷ ആയാലും കുഴപ്പമില്ല, സ്നേഹമുള്ള ആൾക്കാരാന്ന്. മതിയോ? അത് മതിയില്ലേ? അത് മതി. അങ്ങനെ നമ്മൾ നിലമ്പൂര് ഏതോ ഒരു സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല, അവിടെ എത്തിയിട്ടുണ്ട്. എന്താ ചെറിയൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. ഓ നൈസ്. നോക്കട്ടെ, പൊട്ടിച്ചോക്കട്ടെ. ഇത് വ്ളോഗിൽ ഞാൻ ഇടും. കല്യാണം എന്താ നോക്കുമ്പോഴും പൈസ വീഡിയോ കൂടുതൽ ക്ലിയർ ഉള്ളോണ്ടല്ലേ ഇത് ഓണാക്കി. അതെ, സുന്ദര സുന്ദര വിളിക്കണേ. മോളെ ചതിക്കലതും കണ്ണാടി ഇല്ലാത്തോണ്ട് മനുഷ്യന്റെ കഷ്ടപ്പാട്
കല്യാണ ചെക്കന്മാരെ കഷ്ടപ്പാടാർക്കെങ്കിലും അറിയോ? കണ്ണാടിയില്ലാത്തോണ്ടേ മതിയോ നോക്ക്. റെക്കോർഡ് ചെയ്ത് അതെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മതിയോ? സെറ്റാണോ? നോക്കട്ടെ, ഇങ്ങോട്ട് മതി. ഇതോ? അതെ മൊബൈലിലേക്കൊക്കെ നോക്കിട്ട് കെട്ടുന്നത് മുന്നേ കാണാൻ പാടില്ല. നീ എന്തോന്ന് ഇങ്ങനെ കയറി വന്ന് ചേച്ചിനെ കാണാൻ പാടുന്നു. ഒരാഴ്ചയിലായിട്ടുള്ളൂ. അയ്യോ ഒന്നും കൂടി എനിക്ക് തമ്മിലേന് ഇടാൻ കിട്ടിയിട്ടില്ല. അയ്യോ ഇവരെവിടെ എന്തോ നടക്കുന്നുണ്ട്. ഇവരെന്തോ ഫുള്ള് ഞാൻ ബ്ലോഗില് ഞങ്ങൾ പോട്ടെ. ഞങ്ങൾക്ക് നാണാവുന്നു. ഞങ്ങൾ പോവാണ്. ബൈ. ഓക്കെ ഞങ്ങൾ പോവാണ്. ഇരിക്കണ ഇരിപ്പ് കണ്ട എന്ത് നല്ല ചെക്കനായിരുന്നു. പെൺകുട്ടി സൂക്ഷിച്ച് നടക്കൂ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ്റെ ആണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാണും അവരുടെ മുഖട്ടോ. കുഞ്ഞുമോൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു മാലം കിടും ഒരു മാലം കിടും. ഇട്ട് കഴിഞ്ഞോ? ശ്രദ്ധിച്ച് വർത്തനം പറഞ്ഞത് ക്യാമറാമാനെ ക്ലാമരത്തിനാണ് ഇഷ്ടം. എന്തൊരു നാണം. ഒരേട്ടം കൂടെ തിരിഞ്ഞിക്കാൻ കടാ. തിരിഞ്ഞക്കൽ ചടങ്ങാണ് കഴിച്ചത്. ചേട്ടാ മതി. കൂടുതലാ. മതി. ഗൈസ് അങ്ങനെ നമുക്ക് കല്യാണ സ്ഥലത്ത് വന്നപ്പോൾ കുറച്ച് മൽബറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ കുഞ്ഞു മൽബറിയാണെങ്കിൽ നമുക്ക് കഴിച്ച് നോക്കാം. ഫ്രഷ് സാധനം ഇല്ല. അങ്ങനെ ഓരോക്കെ ഉണ്ട്. ഇതാ ചേട്ടാ നിങ്ങൾക്ക് പുച്ഛം. ചെറിയ ഇതാണ് ഒറിജിനൽ മൽബറി കേട്ടോ. അല്ലേ? കറക്റ്റാ പുളിയും മധുരമൊക്കെ കൂടി ചേർന്നിട്ട് നൈസ് കണ്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഒരു ഫോറസ്റ്റിനുള്ളിൽ കയറി 2-3 റീൽസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും കാറിൽ കയറിയപ്പോൾ ഇവിടെ കിടന്നുറങ്ങുന്ന ആൾക്കാർ. നമ്മൾ പാവം കഷ്ടപ്പെട്ട് വേർത്ത്. സലച്ചേട്ടൻ ഇപ്പോൾ പാട്ട് വെക്കൂട്ടോ ഗൈസ്. എന്താണ് സലച്ചേട്ടൻ ഇങ്ങനെ? ഞാൻ വെറുതെ കുത്താം, കുറച്ച് നേരം കുത്താം. അപ്പോൾ നമ്മൾ പോട്ടെ കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് ഫുഡടിയൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ സൂപ്പറായിരുന്നു അല്ലേ? നല്ല സൂപ്പറായിരുന്നു. എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. കാരണം എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. എൻ്റെ മേക്കപ്പ് കൊലിക്കുന്ന വെച്ചിട്ട് ഞാൻ വേഗം നിർത്തിയിട്ട് പോന്നു. എന്താ ചെയ്യുക? മേക്കപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മേക്കപ്പ് അല്ലേ? ആ ചേച്ചിനെ കോൺടാക്ട് ചെയ്തോട്ടോ. നന്നായി ചെയ്യുന്നുണ്ടേ. എനിക്ക് സൗമേച്ചിട്ടും ഇമേച്ചിട്ടൊക്കെ മേക്കപ്പ് സെറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മേക്കപ്പ്. ചെക്കനും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബൊക്ക
പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മാസത്തിന്റെ ചടങ്ങാണ്, 7-ാം മാസത്തിന്റെ ചടങ്ങാണ്. ഇയാള് ഇങ്ങോട്ട് നോക്ക് കണ്ട പിണക്കമാണോ എന്നെ പിണങ്ങി കൈസ് എന്നോട്. 5-ാം മാസത്തിന്റെ 7-ാം മാസത്തിന്റെ പ്രഗ്നന്റാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് സങ്കടമായി. അതിന്റെ ഒരു വിഷമത്തിലാണ് ആള് കരഞ്ഞു ഗൈസ്. നിങ്ങൾ കരഞ്ഞില്ലേ ഉണ്ണിച്ചേട്ടാ അല്ലേ ഗൈസ്? ഇങ്ങനെ നെയ്ച്ചോറിന്റെ ആ ഒരു മൂടി ഇങ്ങോട്ട് തുറന്നപ്പോഴുള്ള സ്മെല്ല്, എൻ്റെ അമ്മേ. കോഴിക്കോട് കല്യാണത്തിന്റെ സമയത്തുള്ള ഈ ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണം. ഞാൻ കഴിച്ചിട്ടില്ല ഈ നെയ്ച്ചോറ്. ഇടുമ്പോൾ തന്നെ നന്നായി ആവി വറക്കായിരുന്നു. ടേസ്റ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എൻ്റെ വലിപ്പളും വെള്ളം വരുന്നുണ്ട്. ഇവരുടെ കോഴിക്കോട് സ്പെഷ്യൽ നല്ല എന്താണ് നെയ്ച്ചോറും മുളകിട്ട ചിക്കൻ കറി. എൻ്റെ അമ്മേ, ആരുടെ കല്യാണത്? ആരെ കല്യാണമാണോ? അറിയില്ല. അടിപൊളി ചെക്കൻ, നല്ല ഫുഡ് കൊടുക്കണ ചെക്കൻ. ആണോ? അതെ, നല്ല റിച്ചുള്ള ചെക്കനാണെന്ന് തോന്നുന്നു കേട്ടോ. മനസ്സുകൊണ്ടാ റിച്ച്, കാശ് കൊണ്ടല്ല. എന്താണ് പരിപാടികളുണ്ട്. അതെ, എന്തൊക്കെ പരിപാടികളൊന്നുള്ള നമ്മള് കഴിക്കട്ടെ ഗൈസ്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, കഴിക്കട്ടെ. ഓക്കെ. അപ്പൊ ഗൈസ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മളിതാ സത്യത്തിൽ ഞാൻ ക്ഷീണിച്ചു. അയ്യോ, നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചെൻ്റെ വയറ് മൊത്തം ഫുള്ളാണ് ഗൈസ് സത്യത്തിൽ. അപ്പം നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. പൂച്ചേ പോട്ടെ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.